ടാസ്ക് ആയിട്ട് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ടാസ്ക് ആയിട്ട് തന്നെ എടുക്കേണ്ട ഈ കാര്യം തന്നെ. മീറ്റിംഗ്സ് ചെയ്യുമ്പോൾ വി ആർ ടോക്കിംഗ്, വി ആർ ഡിസ്കസിങ് തിങ്സ്. പക്ഷെ കൂടുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാൾ ഇരുന്ന് നോട്ട് ചെയ്യണം നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സ്വന്തം തന്നെ ഒന്ന് നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും എഴുതി ഒന്ന് Welcome to Expert Advice, where we explore the ideas, rules and practices that shape how businesses operate and grow in the UAE. Today, we're turning our attention to something that happens in every business, whether big or small, but often goes unnoticed in its true importance. Ade meetingale pattitana meetings. They might sound routine, even boring at times, but they play a far bigger role than many realize. Behind every successful business decision, every major turning point, every plan that moves a company forward, there's usually a meeting. And with the business's landscape in the UAE constantly evolving, it's more important than ever to understand how companies come together to make decisions that matter. To help us unpack why and how of all of this, we're joined by someone with deep experience in finance and compliance, CA Jason Mandapathil, Compliance and Assurance Manager from Hussein Al Shamsi Chartered Accountants. Please welcome to the show. Thank you. Yes, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ യു എയിൽ അപ്ഡേറ്റഡ് കമേഴ്ഷ്യൽ ലോസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനമായൊരു കാര്യമാണ് മീറ്റിംഗ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വി റിയലി ക്യൂരിയസ് ആൻഡ് വി വോണ്ട് ടു നോ എ ലോട്ട് അബൌട്ട് ദാറ്റ്. സോ കുഡ് യു ലെറ്റ് us know എന്തുകൊണ്ട് മീറ്റിങ്ങുകൾ ഇത്രയും ഇമ്പോർട്ടൻസ് പറയുന്നു? ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്കിപ്പം കൊമേഴ്ഷ്യൽ കമ്പനീസ് ലോ, ഫെഡറൽ ഡിക്രി ലോ 32 ഓഫ് 2021 എന്ന കൊമേഴ്ഷ്യൽ കമ്പനീസ് ലോ ആണ് നമ്മുടെ ലീഗൽ റെഫറൻസ് ഓവർ ഹിയർ. ഈ കമ്പനീസ് ലോ ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ ഈ കമ്പനീസ് ലോ is telling us many things to be done. Lot of people are quite unaware of companies law in the UAE. ഇപ്പോൾ ഒരു LLC കമ്പനി തുടങ്ങുവാണെങ്കിൽ അതിൻ്റെ കൂടെ ട്രേഡ് ലൈസൻസ് മാത്രമല്ല കൂടെ ഒരു മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ കിട്ടുന്നുണ്ട്. ആ മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ തന്നെ they are mentioning that this is based on commercial companies law. Now ഈ commercial companies law യിൽ പറയുന്നുണ്ട് out of all the other things it is telling certain things about meetings. Now എല്ലാവരും വിചാരിക്കും ഈ മീറ്റിംഗ്സിനെ കുറിച്ച് എന്തായിരിക്കും ഈ ലോ പറയുന്നത്? Why is the law telling us എങ്ങനെയാണ് മീറ്റിംഗ് നടത്തേണ്ടത്, എന്തുകൊണ്ടാണ് മീറ്റിംഗ് നടത്തേണ്ടതെന്നൊക്കെ. ബട്ട് ഡെഫിനറ്റ്ലി അതൊരു അവയർനെസ് തന്നെ വേണം എല്ലാവർക്കും. കാരണം മീറ്റിംഗ്സ് ഈസ് എ വെരി ക്രൂഷ്യൽ പാർട്ട് ഓഫ് എനി കമ്പനി. ഭയങ്കര ഒരു സിമ്പിൾ ഒരു സില്ലി കാര്യമായിട്ട് തോന്നും എല്ലാവർക്കും, ബട്ട് ഇറ്റ് ഹാസ് എ വെരി ലീഗൽ ഇംപ്ലിക്കേഷൻ ഫോർ എ കമ്പനി. ഇപ്പം ചുരുക്കം പറയുവാണെങ്കിൽ ദ കൊമേഴ്ഷ്യൽ കമ്പനീസ് ലോ പ്രകാരം നമുക്ക് കോമൺലി ഏറ്റവും കോമൺ ആയിട്ട് 3 types of meetings are there അവർ പറയുന്നത്, or the ones that they're prescribing. ഏറ്റവും ആദ്യത്തെയാണ് കൂടുതൽ എല്ലാവരും കേട്ടതും ആയിരിക്കും, ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലെങ്കിൽ AGM എന്ന് കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. AGM എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് വൺസ് എ ഇയർ ജനറൽ മീറ്റിംഗ് വിത്ത് എൻറ്റയർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി. ഏറ്റവും പ്രധാനമായ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടായിരിക്കും. ആൻഡ് ദെൻ ഇഫ് എനി അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതർ അവരെയും ഉൾപ്പെടുത്തി നമുക്ക് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ആയിട്ട് അവർക്ക് അവരുടെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യാം. Now this should happen once a year mandatorily as per the law, and it should happen within 4 months from the end of the financial year. അപ്പം ജനുവരി ടു ഡിസംബർ ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഏപ്രിലിൻ്റെ ഉള്ളിൽ, അതായത് വിത്തിൻ 4 months ഫ്രം ഡിസംബർ യു ഹാവ് ടു ഡു യുവർ AGM. ആൻഡ് ഈ AGM-ൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യമായിരിക്കും നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ്, കമ്പനിയുടെ കീ ഡിസിഷൻസ്, കമ്പനിയുടെ ഓഡിറ്റേഴ്സ് ആരായിരിക്കും എന്ന അപ്പോയിൻമെൻറ്റും ചെയ്യുന്നതും അവരുടെ റെമ്യൂണറേഷനും ഒക്കെ എന്തായിരിക്കും, പിന്നെ ഡയറക്ടേഴ്സിനെ അപ്പോയിൻമെൻറ്റും ഊരുന്നതും. അതല്ലാണ്ട് ഇഫ് എനി അതർ മാറ്റേഴ്സ് ആർ ദെയർ ദാറ്റ് ദി ഷെയർ ഹോൾഡേഴ്സ് വോണ്ട് ടു ഡിസ്കസ്, അത് ഫോർമലി ആയിട്ട് തന്നെ നടത്തി AGM-ൽ നമുക്ക് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇനി ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലാതെ തന്നെ at any given point, ഇപ്പം ആർക്കെങ്കിലും if any shareholder wants to raise an important decision, ഇപ്പം പെട്ടെന്ന് നമ്മളൊരു കമ്പനി നടത്തുകയാണെന്നുണ്ടെങ്കിൽ we are 3 partners, one of the partners saying നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഇപ്പം തന്നെ തീരുമാനം എടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മീറ്റിംഗ് വരുത്തി വെക്കും. ആ മീറ്റിങ്ങിന്റെ പേരായിരിക്കും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഓർ എക്സ്ട്രാ ഓർഡിനറി ജനറൽ അസംബ്ലി എന്ന് പറയും. EGM, മറ്റേത് AGM ആനുവൽ ജനറൽ മീറ്റിംഗ്, ഇവിടെ EGM എക്സ്ട്രാ ഓർഡിനറി ജനറൽ അസംബ്ലി എന്ന് പറയാം. Now this is പൊതുവെ done for
സ്പെഷ്യൽ മാറ്റേഴ്സ്. ഇപ്പം ഡ്യൂറിങ് മിഡിൽ ഓഫ് ദ ഡേ ഇറ്റ് ക്യാൻ ബി മോർ ദാൻ വൺ ടൈം. അത് ഒരു മിനിമം ലിമിറ്റ് ഒന്നും വെക്കുന്നില്ല ആസ് പെർ കമ്പനീസിലോ. നമുക്ക് എപ്പോഴെങ്കിലും ഒരു പെട്ടെന്ന് ഒരു റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ, ഒരു സ്പെഷ്യൽ റിക്വയർമെന്റ് വരുന്നുണ്ടെങ്കിൽ, വേറെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാം കയറ്റി ഇരുത്തി നമുക്കൊരു ഡിസിഷൻ, ഒരു വോട്ടിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നടത്താവുന്നതാണ്. And അതല്ലാതെ one of the most common and important thing that the commercial companies law is telling us is board meeting. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ്. ഇപ്പം എവറി കമ്പനി വിൽ ഹാവ് എ മാനേജർ. നമ്മൾ ലൈസൻസ് തന്നെ എടുക്കുമ്പോഴത്തേക്കും അവർ പറയും ഓണേഴ്സ് അല്ലാണ്ട് തന്നെ, പാർട്ട്നേഴ്സ് അല്ലാണ്ട് തന്നെ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്നേഴ്സ്, മിനിമം ഏതെങ്കിലും ഒരു പാർട്ട്ണറിനെ പിടിച്ച മാനേജർ ആക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി പാർട്ട്ണർ ആവണ്ട. ഇറ്റ് ക്യാൻ ബി എ സെപ്പറേറ്റ് പേഴ്സൺ ഓൾ ടുഗെദർ. അപ്പോൾ ഒന്നെങ്കിൽ പാർട്ട്നേഴ്സ് ആവാം, അല്ലെങ്കിൽ പാർട്ട്ണറും ആവേണ്ട ആവശ്യമില്ല. ഇറ്റ് ക്യാൻ ബി എ സെപ്പറേറ്റ് പേഴ്സൺ. അറ്റ്ലീസ്റ്റ് വൺ മാനേജർ ഫോർ ദ കമ്പനി ഈസ് ടു ബി അപ്പോയിന്റഡ്, മിനിമം വൺ. ആൻഡ് ഈ മാനേജറിനായിരിക്കും നമുക്ക് ഈ ഓതറൈസ് സിഗ്നേറ്ററി ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നത്. നൗ വാട്ട് ബിഗർ കമ്പനീസ് ഡു ഇസ്, ഈ പറയുന്ന ഒറ്റൊരു മാനേജറിനെ മാത്രമല്ല സെലക്ട് ചെയ്യുന്നത്, ദർ മൈറ്റ് ബി മൾട്ടിപ്പിൾ മാനേജേഴ്സ്. അപ്പോൾ അതല്ലാണ്ട് തന്നെ കമ്പനി മൈറ്റ് ഹാവ് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സെറ്റപ്പ് ഇൻ ദ കമ്പനി. നൗ നിയമം പ്രകാരം, അതായത് നമ്മുടെ കൊമേഴ്ഷ്യൽ കമ്പനീസ് ലോ പ്രകാരം, you are supposed to have, a company is supposed to have minimum 4 board meetings in a year. All right. Minimum 4 board meetings. അതിന് മുകളിലോട്ട് ആവാം. ബട്ട് മിനിമം 4 ബോർഡ് മീറ്റിംഗ്സ് അവർ പറയുന്നുണ്ട് മാൻഡേറ്ററി ആയിട്ട് തന്നെ നമുക്ക് നടത്തേണ്ടതാണ്. ആൻഡ് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് സിറ്റ് ടുഗെദർ, മീറ്റിംഗ് നടത്തി ആ മീറ്റിംഗ് മിനിറ്റ്സ് ഒക്കെ ഉണ്ടാക്കി പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. അതിൽ ഓപ്പറേഷണൽ ഡേറ്റ ആയിരിക്കാം, ഓപ്പറേഷണൽ റിവ്യൂസ് ആയിരിക്കാം, ഫൈനാൻഷ്യൽ റീസൺസ് ആവാം, എനി മാറ്റേഴ്സ് ഓഫ് ദ കമ്പനി ക്യാൻ ബി ഡിസ്കസ്ഡ് ഓവർ ദർ. ബട്ട് 4 times a year they must meet. പക്ഷേ ഇപ്പോൾ ഒരു സിംഗിൾ ഓണർഷിപ്പ് കമ്പനിയാണ്, അപ്പോൾ ഒരാളല്ലേ ഉള്ളൂ, അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ മീറ്റിംഗ് എങ്ങനെ നടത്തും? നല്ലൊരു ചോദ്യം തന്നെയാണ്. ഇപ്പം യു എയിൽ എസ്പെഷ്യലി നല്ലൊരു ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ്സ് എ വെരി കോമൺ തിങ് വേർ ഒരാൾ തന്നെ സ്വന്തം ഒരു കമ്പനി തുടങ്ങുന്നത്. പണ്ട് നമ്മളൊരു ഒരാൾ മാത്രമായിട്ട് ഒരു കമ്പനി തുടങ്ങാൻ നോക്കിയാൽ കമ്പനിയായിട്ട് കിട്ടില്ല, നമുക്ക് സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നു കിട്ടുന്നത്. പക്ഷെ ഇപ്പം ലോ മാറ്റിയപ്പോഴത്തേക്കും ദേ ആർ അലവിങ് 1 person കമ്പനി, ഒരു സിംഗിൾ പേഴ്സൺ കമ്പനി. ഇപ്പം കൂടുതൽ ആൾക്കാർക്ക് കേട്ടിട്ടുണ്ടാവും, അതായത് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് LLC, സിംഗിൾ പേഴ്സൺ കമ്പനി, സിംഗിൾ ഓണർ കമ്പനി എന്ന് പറഞ്ഞ രീതിയിൽ പല ലൈസൻസസ് ഇറങ്ങുന്നുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ വേർ ദർ ഇസ് ഓൺലി 1 ഓണർ, ഈ പറഞ്ഞ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചിലപ്പം ഉണ്ടാവാം. ഇഫ് ഇറ്റ് ഇസ് എ ബിഗർ കമ്പനി, അതായത് ഓണർ അല്ലാണ്ട് തന്നെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വെച്ചിട്ടുണ്ടാവാം. അപ്പൊ അവരായിട്ട് ഒരു മീറ്റിംഗ് നടത്താം ഡെഫിനറ്റ്ലി. അതല്ലാണ്ട് ഇപ്പൊ മാനുവൽ ജനറൽ മീറ്റിംഗ്, അവിടെ വേറെ ഷെയർ ഹോൾഡേഴ്സ് ഇല്ല പുള്ളിക്ക് സംസാരിക്കാനായിട്ട്. പുള്ളി തന്നെയാണ്, ഹീസ് ദ സോൾ പേഴ്സൺ ടേക്കിംഗ് ദീസ് ഡിസിഷൻസ്. അപ്പോൾ ഇൻ കേസ് ഓഫ് 1 person കമ്പനീസ്, ലോ കൃത്യം പറയുന്നുണ്ട് നമുക്കിത് ഈ പറയുന്ന ഡോക്യുമെന്റേഷൻ ടൈപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അപ്രൂവൽസ്, ഫോർമൽ മീറ്റിംഗ്സിന്റെ ആവശ്യം അധികം വരുന്നില്ല. കാരണം പുള്ളി തന്നെയായിട്ട് ഒരു മീറ്റിംഗ് വെച്ചാൽ മതി. ഓക്കെ. ആൻഡ് പലപ്പോഴും നമ്മൾ പല മീറ്റിംഗ്സിലും ഇരിക്കാറുണ്ട്. അപ്പോൾ മീറ്റിംഗ്സിൽ പലപ്പോഴും ഡിസ്കഷൻസ് എല്ലാം വളരെ പെട്ടെന്നായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ എല്ലാ കമ്പനീസും കോർപ്പറേറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ എഴുതലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് എങ്ങനെ ഓഡിയോ റെക്കോർഡിംഗ് എടുത്ത് വെക്കണോ? ഹൗ ഡു പീപ്പിൾ ഡു ഇറ്റ്? കാരണം ഇത് ഒരു ഫൈനൊക്കെ വരാമെങ്കിൽ വാട്ട് ടു ഡു? യെസ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആൻഡ് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് തന്നെയാണ് മാം കൃത്യം ഇപ്പം പറഞ്ഞേക്കുന്നത്. ദർ ഇസ് എ സെയിങ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ മിനിറ്റ്സ് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. ഓഡിറ്റ് പ്രൊഫഷനിലേക്ക് കുറെ പേര് പറയുന്നുണ്ട്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡോക്യുമെന്റഡ് ഇറ്റ് ഈസ് നോട്ട് ഡൺ. അതായത് എവിടെയെങ്കിലും എഴുതി വെച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് ഇഫ് ഇറ്റ് വാസ് നെവർ ഡൺ. സെയിം ഇസ് ദി കോൺസെപ്റ്റ് ഫോർ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്സ്. കാരണം ഒരു മീറ്റിംഗ് നടത്തിയതിന് ശേഷം we are supposed to release something called a minutes of meeting. എന്ന് വെച്ചാൽ ഒരു മീറ്റിംഗിന്റെ സമ്മറി, അത് കൃത്യമായിട്ടൊന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാം. നമ്മളിപ്പം they will be discussing so many important things. The stakeholders, the shareholders അല്ലെങ്കിൽ board of directors, they will be discussing multiple agendas, they will be discussing multiple important things. നമുക്കതെല്ലാം കൃത്യമായിട്ട് എക്സാക്ട്ലി എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്, എന്തൊക്കെ ആക്ഷൻ പോയിന്റ്സ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്, ആൻഡ് വാട്ട് ആർ ദി ഡിസിഷൻസ്, വോട്ടിങ്ങിന്റെ റിസൾട്ടും ഇതെല്ലാം കൃത്യമായിട്ട് അവർ ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. Okay. അതിനകത്ത് എന്തൊക്കെയാണ് റിക്വയർമെന്റ്? Is there any format to follow? Yes. Now there is no fixed format as such from the government side of it, but there is a basic format or basic set of things that must be included in any meeting of minutes.
നമ്മളൊരു സമ്മറി ഉണ്ടാക്കുമ്പോൾ ആദ്യം ലോജിക്കലി ചിന്തിക്കുവാണെങ്കിൽ തന്നെ മിനിമം ആയിട്ട് നമുക്ക് വേണ്ടത് ഡേറ്റ്, ഇതെന്നാ നടന്നേ, ഇതെവിടെയാണ് നടന്നേ, സ്റ്റാർട്ടിംഗ് ടൈം, എൻഡിങ് ടൈം, ഈ മീറ്റിംഗിൽ ആരൊക്കെ പങ്കെടുത്തു, ലിസ്റ്റ് ഓഫ് അറ്റൻഡീസ്, എന്തൊക്കെയാണ് നമ്മൾ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തേക്കുന്നത്, അതായത് ഒരു അജണ്ട. ആൻഡ് ഓരോ ടോപ്പിക്കിന്റെ അടിയിൽ എന്തായിരുന്നു ഡിസ്കഷൻ ചെയ്തേ, എന്തായിരുന്നു ഡിസ്കഷന്റെ കൺക്ലൂഷൻ, അഥവാ ഒരു വോട്ടിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ആ വോട്ടിങ്ങിന്റെ റിസൾട്ടും എന്താണെന്നും കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. അത് മാത്രമല്ല മിനിറ്റ്സ് ഓഫ് മീറ്റിംഗിൽ ഇപ്പം 3 പേരുള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ 2 പേര് യെസ് എന്ന് പറഞ്ഞു ഒരു ഡിസിഷൻ, ഒരാൾ നോ എന്ന് പറഞ്ഞു. പക്ഷേ സിൻസ് മെജോറിറ്റി അഗ്രീഡ് അപ്പോൺ ഇറ്റ്, ആ ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്തു. മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്സിൽ പറയുന്നുണ്ട്, അതായത് കൊമേഴ്ഷ്യൽ കമ്പനീസ് ലോസിൽ പറയുന്നുണ്ട്, അഥവാ ഒരു ഷെയർ ഹോൾഡർ ഒരു ഡിസിഷന്റെ അഗെയിൻസ്റ്റ് ആയിരുന്നു, പക്ഷെ പുള്ളി മെജോറിറ്റി അല്ല, പുള്ളിയുടെ ഒരു കമന്റും ഇതിലൊന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാൻ. അതായത് പുള്ളി ജയിച്ചില്ലെങ്കിലും പുള്ളിയുടെ ഒരു കമന്റ് അല്ലെങ്കിൽ ഒരു സജഷൻ ആ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗിൽ തന്നെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം. And at the end, of course, all of these should be signed by all the attendees. കാരണം നാളെ ഞാനല്ല പ്രിപ്പയർ ചെയ്തതെന്നും പറയാനും പാടില്ല. It must be reviewed, it must be agreed upon, it must be signed and accepted by all the parties over there. എന്നാലേ അതൊരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആയി മാറും കമ്പനിക്ക് വേണ്ടിയിട്ട്. വെരി ഗുഡ്. അപ്പോൾ എന്തായാലും വളരെ ഇൻഫോർമേറ്റീവ് തന്നെയാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയുടെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ CA ജേസനെ ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യാനാണ്. കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസിലൂടെ അപ്പോയിൻമെൻ്റ് എടുത്ത് നേരിട്ട് പോയി കാണാം. അല്ല ഒരു ക്വിക്ക് എൻക്വയറി ഒക്കെയാണ് വാട്സപ്പിലോ കോളിലോ കൂടി കണക്ട് ചെയ്യണമെങ്കിൽ ദർ ദ നമ്പർ ഡിസ്പ്ലേഡ് ഓൺ സ്ക്രീൻ, ദാറ്റ് ഇസ് 056-693-6999. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇറ്റ്സ് എ ഡയറക്റ്റ് നമ്പർ ടു റീച്ച് ഔട്ട് ടു ഹിം. ഫോണിലോ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ നമുക്കിപ്പോൾ നിയമപരമായിട്ടാണല്ലോ ഇപ്പോൾ മീറ്റിംഗ്സ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. ആൻഡ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ ഈ ഒരു ലീഗൽ വൈസ് അല്ലാണ്ട്? I mean, is there any other requirement for this? Yes, indeed. Ippom when we are talking about meetings, the meeting is not just a legal formality. It is where a company finds its direction, it is a discipline, and often it is the next big breakthrough for the company indeed. അപ്പോൾ വെറും ഒരു ലീഗൽ റിക്വയർമെന്റ് ആയി മാറാൻ പാടില്ല ഈ പറഞ്ഞ മീറ്റിംഗ്സ്. മറിച്ച് ബിയോണ്ട് ലീഗൽ കംപ്ലയൻസ് അതിന്റെ ഒരു പ്രസക്തി ഇതിനുണ്ട്. കാരണം ഒരു നിയമം ഇല്ലാന്ന് വിചാരിക്കുക, ഡസന്റ് മീൻ യു ആർ നോട്ട് സപ്പോസ് ടു കണ്ടക്ട് മീറ്റിംഗ്സ്. ഏത് ബിസിനസ് ആയാലും കൃത്യമായിട്ട് ഓണേഴ്സ് തമ്മിൽ കൃത്യം ഡിസ്കഷൻ നടത്തണം. ആ ഡിസ്കഷൻ വെറുതെ നടത്തിയാൽ പോരാ, കൃത്യമായിട്ട് ഡോക്യുമെന്റും ചെയ്ത് വെക്കണം. കാരണം നാളെ വി ക്യാൻ റെഫർ ടു ഇറ്റ് ആൻഡ് we can reflect upon it. And not just that, ഇതൊരു പോസ്റ്റ്മോർട്ടം ഫംഗ്ഷൻ മാത്രമല്ല, നമുക്ക് ഇന്ന് കൃത്യം കീ ഐഡിയാസ് ഒക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷം ഇറ്റ് വിൽ ഹെൽപ്പ് us in the future. ആ ഒരു കീ ഡിസിഷൻ മേക്കിംഗ് വരുന്നത് ഈ പറഞ്ഞ മീറ്റിംഗ്സിൽ തന്നെയാണ്. അപ്പോൾ ഇറ്റ് മൈറ്റ് സൗണ്ട് ലൈക്ക് എ സില്ലി തിങ്, പക്ഷെ നല്ലൊരു എഫക്റ്റീവ് അല്ലെങ്കിൽ ബിഗ് ഇമ്പാക്ട്ഫുൾ എക്സസൈസ് തന്നെയാണ് ഒരു കമ്പനിക്ക് ഈ പറയുന്ന മീറ്റിംഗ്സ്. അപ്പോൾ മീറ്റിംഗ്സ് ഓഫർ ലൈക്ക് എ പ്ലാറ്റ്ഫോം ഫോർ സ്ട്രാറ്റജിക് ഡിസിഷൻസ്. കൃത്യം ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ആ ഒരു മീറ്റിംഗ് തന്നെ നടത്തിയേ പറ്റൂ. അതുമാത്രമല്ല ഇറ്റ് കീപ്സ് ദി മാനേജ്മെൻറ്റ് അക്കൗണ്ടബിൾ. എന്ന് വെച്ചാൽ എവറി ടൈം വി സിറ്റിംഗ് ആൻഡ് ഡിസ്കസിങ് തിങ്സ്, എന്തൊക്കെയാണ് നടന്നു ഇതുവരെ, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് മുന്നിലോട്ട് എന്നീ കൃത്യം ഡിസിഷൻസ് മാത്രമല്ല, പക്ഷെ ഒരു റിവ്യൂ തന്നെ ചെയ്യും. നമുക്ക് എന്താ ഇതുവരെ ചെയ്തേക്കുന്നത്, അത് ആരുടെ മിസ്റ്റേക്ക് ആയിരിക്കാം, ആരുടെ സ്ട്രെങ്ത് ആയിരിക്കാം, ആരെ കൊണ്ടായിരിക്കാം നമുക്ക് ഇത്രയും ബെനിഫിറ്റ് ഉണ്ടായി വന്നത്. അപ്പോൾ ആ ഒരു റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെന്റ് പോയിന്റ്സ് ഒക്കെ വരുന്നത് ഈ പറയുന്നത് മീറ്റിംഗ്സിൽ തന്നെയാണ്. മറിച്ച് നല്ലൊരു ട്രാൻസ്പെറൻസി ഈ കമ്പനിക്ക് കൊടുക്കും. മീറ്റിംഗ്സ് നടത്തുമ്പോൾ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മളിപ്പം വി വിൽ ഹാവ് ഗുഡ് ഐഡിയാസ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെച്ചിരിക്കാം. എവറി ഓണർ മൈറ്റ് നോട്ട് നോ വാട്ട് ദി അതർ ഓണർ ഇസ് ഡൂയിങ്. അങ്ങനത്തെ കുറെ കേസസ് ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ തന്നെ കൃത്യമായിട്ട് ഒരു ട്രാൻസ്പെറന്റ് റിലേഷൻ തന്നെ വി ഷുഡ് ഹാവ് വിത്ത് അവർ ഫെലോ ഷെയർ ഹോൾഡർ. അപ്പൊ അവരായിട്ട് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുക, മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക. എവറിബഡി ഷുഡ് ബി അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി കമ്പനി. കമ്പനി ഏത് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അതുമാത്രമല്ല ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ടെക്നിക് തന്നെയാണ് ഇത്. ഇപ്പം വി നോ എ ലോട്ട് ഓഫ് പീപ്പിൾ, ഈ പറയുന്ന 4 times a year മാത്രമല്ല അവരിയ്ക്കുന്നത്, അവരെല്ലാ മാസം കൃത്യമായിട്ട് തന്നെ ഇരിക്കും. ദേ വിൽ ഫിക്സ് എ ഡേറ്റ്, ദേ വിൽ സിറ്റ് എവറി മന്ത്. ചിലപ്പം ഡിസ്കസ് ചെയ്യാൻ വലിയ ഐറ്റംസ് ഒന്നും കാണില്ലായിരിക്കും, എന്നാലും കുഞ്ഞൊരു പോയിന്റ് മതി അവർക്ക് ആ മീറ്റിംഗ് നടത്താൻ വേണ്ടി. ആ മീറ്റിംഗ് നടത്തുമ്പോൾ തന്നെ ആ
ഷെയർ ഹോൾഡറായിട്ട് കണക്ട് ചെയ്യുന്നു, മാനേജ്മെൻ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നു, സ്റ്റാഫായിട്ട് അവർ ചിലപ്പം കണക്ട് ചെയ്യാം. ഈ പറയുന്ന മീറ്റിംഗ്സ് വെറും ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൂടെ മാത്രമായി ഇരിക്കേണ്ട. ഇറ്റ് ക്യാൻ ബി വിത്ത് യുവർ മാനേജേഴ്സ്, ഇറ്റ് ക്യാൻ ബി വിത്ത് യുവർ സ്റ്റാഫ്, ഇറ്റ് ക്യാൻ ബി വിത്ത് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ചിലപ്പം ചില സപ്ലയേഴ്സും കസ്റ്റമേഴ്സ് ആവാം. അപ്പോൾ ഇവരായിട്ട് മീറ്റിംഗ്സ് നടത്തി അവരായിട്ട് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അവരായിട്ട് ഓപ്പൺ ട്രാൻസ്പെറൻ്റ് ആയി ഇരുന്നേ പറ്റൂ. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, നല്ലൊരു ലീഡർഷിപ്പ് സക്സഷന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആവാം ഇത്. ഇപ്പം വെൻ വി ആർ ഡിസ്കസിങ് വെരി ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻസ്, ഇപ്പം നമ്മൾ നാളെ ഇല്ലാണ്ടായി പോയാൽ ഹൂ വിൽ ടേക്ക് ഓവർ? Instead, if you include managers into this and you are discussing important items with them, part of these meetings, part of these regular meetings, അവർക്കും ഇതൊരു ശീലമായി മാറും, അവർക്ക് ഇതൊരു ഡിസിപ്ലിൻഡ് എക്സസൈസ് തന്നെ ആയി മാറും. ആൻഡ് നാളെ when we are not present, they will be able to take over and run the company over there. അപ്പോൾ അങ്ങനത്തെ ഒരു സക്സഷൻ പ്ലാനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ ഒരു മീറ്റിംഗ് ഉൾപ്പെടുത്താം. അപ്പോൾ നോട്ട് ജസ്റ്റ് എ ലീഗൽ റിക്വയർമെൻറ്റ്, മറിച്ച് നമുക്കൊരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ തന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് തന്നെയായിട്ട് മാറുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഡസൻറ്റ് ജസ്റ്റ് ബിലോങ് ടു ബിഗ് കമ്പനീസ്, ഇറ്റ് ക്യാൻ ബിലോങ് ടു small companies. It's a practice not just between shareholders, it's a practice you can do with your managers, with your staff, with your customers, with your suppliers. Okay, എൻ്റെ അടുത്ത ചോദ്യവും അത് തന്നെയായിരുന്നു. രണ്ട് ചോദ്യങ്ങൾ മനസ്സിലേക്ക് വന്നു. ഒരെണ്ണം, ഇപ്പോൾ ഈ പറയുന്ന മീറ്റിംഗ്സ് എല്ലാം ആ ഓഫീസിൽ തന്നെ നടത്തണം എന്ന് നിർബന്ധമാണോ, ഓർ ഇസ് ഇറ്റ് ഓക്കെ ടു ഡു ഇറ്റ് ഔട്ട്സൈഡ്? Okay, valid question തന്നെ. Now as per commercial companies law, ഇപ്പം ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് ഒക്കെ പറയുമ്പോഴത്തേക്കും they are saying it should be at the headquarters of the company itself. Okay. Now പൊതുവെ AGM ഒക്കെ when there is a huge company and you have so many shareholders involved, it might not be practically possible to do it inside the company itself. അപ്പോൾ പൊതുവെ ഒരു കോമൺ പ്രാക്ടീസ് തന്നെയാണ് ഓഫീസിൻ്റെ പ്രമൈസസ്, ആ പ്രമൈസസിൻ്റെ അടുത്ത് തന്നെ ഒരു ബോൾ റൂം അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ബോൾ റൂം ആയിട്ട് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹോൾ ആയിട്ട് തന്നെ ബുക്ക് ചെയ്ത് അവിടെ തന്നെ നടത്താം. ബട്ട് ഇറ്റ് ഷുഡ് ബി ഇൻ ആൻഡ് അറൌണ്ട് ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദി ഓഫീസ് തന്നെയാണ് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് വി ലിവ് ഇൻ എ ഡിജിറ്റൽ വേൾഡ് ടുഡേ. കൂടുതൽ ഇപ്പം ക്വിക്ക് മീറ്റിംഗ്സ് നടത്തണമെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു സിറ്റ് ഫിസിക്കലി, but you can connect virtually also. Okay. So that is also covered in the commercial companies law. നിയമം പ്രകാരം തന്നെ അവർ പറയുന്നുണ്ട്, ഒന്നെങ്കിൽ physically at the headquarters of the office or registered place of business, അല്ലാന്നുണ്ടെങ്കിൽ any technology that is approved by the decree law over there. All right. That is approved or that is recognized by the law. And now in this world of, in this virtual world, നമുക്കിപ്പം ഒരു സൂം മീറ്റിംഗ് നടത്തി ആ സൂം മീറ്റിംഗിന്റെ റെക്കോർഡിംഗ് എടുത്ത് വെച്ചാലും it is a valid evidence, it's a valid recording itself. ഒരു വാലിഡ് മീറ്റിംഗ് ആയിട്ട് തന്നെ അത് മാറുന്നുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചോദ്യം കേട്ടോ അത്. നമ്മൾ നോർമലി വെൻ വി റെക്കോർഡ് പീപ്പിൾ ദർ ഇസ് ഡിഫറൻസ്. ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല, ഓഡിയോ റെക്കോർഡിംഗ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിയമം വന്നിട്ടുണ്ട്. കൺസെന്റ് എടുത്തതിന് ശേഷം മാത്രം യു ടേക്ക്. ഇപ്പം ഒരു സൂം മീറ്റിംഗ് ഫോർ എക്സാമ്പിളിലോട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ റെക്കോർഡ് ഓപ്ഷൻ. റെക്കോർഡിംഗ് എക്കുമ്പോൾ തന്നെ മറ്റേ പാർട്ടിക്ക്, മറ്റേ അറ്റൻഡിക്ക് ഒരു വോയിസ് മെസ്സേജ് പോകുന്നുണ്ട് സെയിങ് this meeting is being recorded, do you wish to remain or not is our choice. If you are remaining there, നമ്മൾ കൺസെന്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മീറ്റിംഗ് റെക്കോർഡ് ആയാൽ ഇറ്റ് ഈസ് വിത്ത് അവർ കൺസെന്റ്. മറ്റൊരു ചോദ്യം എൻ്റെ മനസ്സിൽ തോന്നിയതും പക്ഷെ ചെറുതായിട്ട് പറയുണ്ടായി, ഇതെല്ലാം വലിയ കമ്പനീസിനല്ലേ ഇപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ ഒരു SMEക്ക് ആപ്റ്റ് ആണോ എന്നൊരു സംശയം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. യെസ് ദാറ്റ് ഈസ് കൃത്യമായിട്ടും ഒരു നല്ല ചോദ്യം തന്നെയാണ്. ഞാനും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയേ ഉള്ളൂ. ബട്ട് വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് മീറ്റിംഗ്സ് ഓർ ഈ പറഞ്ഞ ഒരു മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്സിൻ്റെ സമ്മറി ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഇറ്റ്സ് നോട്ട് മെന്റ് ഓൺലി ഫോർ ബിഗ് കോർപ്പറേറ്റ്സ്. ഇത് ഏത് ബിസിനസ്സിനും ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി തന്നെയാണ്. ഫ്രം എ ലീഗൽ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ all LLC companies or all limited liability companies are supposed to follow these meeting rules. നിയമം വെച്ച് നോക്കുവാണെങ്കിൽ അതൊരു മാൻഡേറ്ററി കാര്യം തന്നെയാണ്. വലുതോ ചെറുതോ എന്നൊന്നും അവരും പറയുന്നില്ല. നിങ്ങളൊരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആൻഡ് കൊമേഴ്ഷ്യൽ കമ്പനീസ് ലോ ഇസ് ആപ്ലിക്കബിൾ ടു യുവർ കമ്പനി, ദെൻ മാൻഡേറ്ററിലി യു ഹാവ് ടു ഡു ഓൾ ദീസ് മീറ്റിംഗ് റിക്വയർമെന്റ്സ്. മറിച്ച് ലീഗൽ സൈഡിൽ നിന്ന് മാറ്റി നോക്കുവാണെങ്കിലും ഒരു ചെറിയ കമ്പനിക്ക് ഇത് നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും. ഇപ്പം എസ്പെഷ്യലി ഇൻ ദി SME സെക്ടർ, സ്മോൾ ആൻഡ് മീഡിയം സൈസ് എന്റർപ്രൈസ് നോക്കുവാണെങ്കിൽ ആവറേജ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ കമ്പനി ഇസ് ബിറ്റ്വീൻ 2 to 3 at least. Minimum 2 to 3 ആയിട്ട് വരുന്നുണ്ട്.
സിംഗിൾ പേഴ്സൺ കമ്പനീസ് അത്യാവശ്യമുണ്ട്, പക്ഷെ അവർ മാറ്റി വെച്ചാൽ മിനിമം 2, ബട്ട് ഒരു ആവറേജ് 3 പാർട്ട്നേഴ്സ് ആർ ദേർ ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ കമ്പനീസ് ഓവർ ഹിയർ. ആ ഒരു സിറ്റുവേഷൻ നോക്കുന്നുണ്ടെങ്കിൽ അവരായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഓപ്പൺ. വലിയ കമ്പനി ആവും, ചെറിയ കമ്പനി ആവും, ഇറ്റ് ക്യാൻ ബി എനി സോർട്ട് ഓഫ് മാറ്റർ, ബട്ട് ദാറ്റ് ഡയലോഗ് ഷുഡ് ഡെഫിനറ്റ്ലി ബി open. Our transparency should be open there. Not just that, if you are looking into family businesses. Now, കൂടുതൽ യുഎയിലോട്ട് നോക്കുവാണെങ്കിൽ there is a trend of family run businesses. അപ്പോൾ family run businesses especially family members പൊതുവെ they don't feel like talking about business matters. അത് സ്വാഭാവികം, ഏത് ഫാമിലി ആയാലും വർക്ക് ടൈമിൽ വർക്ക്, വീട്ടിൽ പോകുമ്പോഴത്തേക്കും they'll definitely say let's not discuss business. വീട്ടിൽ വീട്ടുകാര്യം, ഓഫീസിൽ ഓഫീസുകാരെയും ഒക്കെ സംസാരിച്ച് വെച്ചാൽ മതി. ബട്ട് ഈ മീറ്റിംഗ്സ് വിൽ ഹെൽപ്പ് ദം സെർവ് ആസ് എ പ്ലാറ്റ്ഫോം അഗൈൻ. അതായത് one day they can set aside every month or every quarter, say ഇത് മീറ്റിംഗ് ദിവസമാണ് പറഞ്ഞു വെച്ചാൽ, ഒരു നോട്ടീസ് ഇട്ട് വെച്ചാൽ, കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ട ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ഐറ്റംസ് കൃത്യം ഫാമിലി മെമ്പേഴ്സ് ആയാലും നോൺ ഫാമിലി മെമ്പേഴ്സ് ആയാലും ദാറ്റ് എൻഡ് ടു എൻഡ് മീറ്റിംഗ് ഓർ ആ ഡിസ്കഷൻ will benefit the family business at the end of the day. ആ ഒരു മടി ഒന്ന് മാറ്റി കേട്ടോ. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് ആ ഒരു പ്രൊഫഷണാലിറ്റി ചിലപ്പം വരില്ലായിരിക്കും, കാരണം റിലേറ്റഡ് പാർട്ടി ഒരു ബന്ധമായി മാറി. പക്ഷെ മീറ്റിംഗ് ടൈമിൽ വരുമ്പോൾ ആ ഒരു ടോൺ സെറ്റ് ചെയ്തിരിക്കണം. രണ്ട് പാർട്ടിക്കും ആ ഒരു ബോധം വേണം. ദേ ഷുഡ് ബി അവെയർ ദാറ്റ് ഇതൊരു മീറ്റിംഗ് ആണ്, പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് കമ്പനിക്ക് വേണ്ടിയുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് അതിന്റെ പരിഹാരങ്ങൾ, അതിന്റെ ഡിസിഷൻസ് എല്ലാം എടുത്തിരിക്കണം. അപ്പൊ ആ ഒരു എക്സസൈസ് തന്നെ ആക്കിയാൽ, അതൊരു ഡിസിപ്ലിൻഡ് ആക്ടിവിറ്റി തന്നെ ആക്കിയാൽ, കൃത്യം എല്ലാ ക്വാർട്ടർ അല്ലെങ്കിൽ എല്ലാ മാസം തന്നെ ഒന്ന് ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചാൽ it will help them grow much further. True. And younger generationസിലേക്ക് ആ ബിസിനസിന്റെ ഒരു എന്താ പറയുക, ഒരു പാഷൻ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. പറഞ്ഞ ഒരു ലീഡർഷിപ്പ് സക്സഷൻ, ഇപ്പം ഫാമിലി മെമ്പേഴ്സിനെ ഇപ്പം മക്കളെ തന്നെ ഇതിലോട്ട് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ they will be able to be part of the key management. അവർക്കും ഇതൊന്ന് ലൈക്ക് മെയിൻ ഷെയർ ഹോൾഡേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന കാര്യം തന്നെ അവർക്കൊന്ന് സോക്കപ്പ് ചെയ്തിട്ട് അവർക്ക് ഫ്യൂച്ചറിലോട്ട് ഇതൊരു ബെനിഫിറ്റ് തന്നെ ആവും. അവർക്ക് ആ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ അറിയാം ബിസിനസ് ഏത് ഡയറക്ഷനിൽ പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അവർക്ക് അതൊരു പഠിത്തമായി, ഒരു പാഠമായി അവിടെ. വളരെ ഇൻഫോർമേറ്റീവ്. അപ്പോൾ എന്തായാലും ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് എന്തായാലും ഉറപ്പുണ്ട്. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, CA ജെയ്സനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 056693699. ഈ ടോപ്പിക് തന്നെയല്ല, ഇൻ ടേംസ് ഓഫ് ഓഡിറ്റിംഗ് ആൻഡ് ബിസിനസ് കംപ്ലയൻസസിൻ്റെ കാര്യത്തിൽ എന്ത് സംശയങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസിലൂടെയാണ് സാധിക്കുക. യെസ്, ഹാവിങ് സെഡ് ദാറ്റ്, ഒരുപാട് വലിയൊരു ടാസ്ക് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ചില പോയിന്റൊക്കെ. സോ അതിനൊന്ന് സിംപ്ലിഫൈ ആകാൻ എന്താ ഒരു വഴി? നമുക്കിപ്പം ഈ ഒരു ടാസ്ക് ആയിട്ട് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ടാസ്ക് ആയിട്ട് തന്നെ എടുക്കേണ്ട ഈ കാര്യം തന്നെ. മീറ്റിംഗ്സ് ചെയ്യുമ്പോൾ വി ആർ ടോക്കിംഗ്, വി ആർ ഡിസ്കസിങ് തിങ്സ്. പക്ഷെ കൂടുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാൾ ഇരുന്ന് നോട്ട് ചെയ്യണം നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സ്വന്തം തന്നെ ഒന്ന് നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും എഴുതി ഒന്ന് പോയിന്റ് ആക്കി വെക്കണം. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം പിടിച്ച് സമ്മറൈസ് ചെയ്ത് രണ്ടുപേർക്കും കൊടുത്ത് ഒപ്പൊക്കെ ഇട്ട് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. ഡെഫിനറ്റ്ലി ഇങ്ങനെ പറയുമ്പോൾ നല്ലൊരു ടാസ്ക് ആയിട്ട് തന്നെ നമുക്ക് തോന്നും. ബട്ട് ദിസ് ഈസ് അഗൈൻ ഇൻ ദ വേൾഡ് ഓഫ് ടെക്നോളജി വി ക്യാൻ മേക്ക് യൂസ് ഓഫ് AI. ഫോർ എക്സാമ്പിൾ സൂമിലൂടെയൊക്കെ നമ്മൾ ഒരു മീറ്റിംഗ് നടത്തുവാണെങ്കിൽ ഒരു AI പ്ലഗിൻ അതിലോട്ട് ചേർത്ത് വെച്ചാൽ അറ്റ് ദി എൻഡ് ഓഫ് ദ മീറ്റിംഗ് നമുക്ക് തന്നെ ഒരു സമ്മറി അവരുണ്ടാക്കി തരും. എന്തൊക്കെയാണ്, വാട്ട് വാസ് ദ മീറ്റിംഗ് ടൈം, സ്റ്റാർട്ടിംഗ് ടൈം, എൻഡിങ് ടൈം, എത്ര പേരുണ്ടായിരുന്നു, ആൻഡ് എന്തൊക്കെയാണ് കോമൺ പോയിന്റ്സ് ദാറ്റ് വി ഡിസ്കസ്ഡ്, എന്തൊക്കെയായിരുന്നു ആ പോയിന്റിന്റെ ഇടയിൽ ഡിസ്കഷൻ നടന്നേ, അതോ ഒരു വോട്ടിംഗ് നടത്തിയ അതിന്റെ റിസൾട്ട് എല്ലാം ഇത് തന്നെ സമ്മറൈസ് ചെയ്തൊരു ഷീറ്റ് ആക്കി തരും നമുക്ക് റെഡി ആയിട്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 80% ഓഫ് ദ വർക്ക് വിൽ ബി ഡൺ. ചില പോയിന്റ് ചിലപ്പം AI പിടിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, കാരണം AI is still learning these days. അപ്പോൾ നമുക്ക് അതൊന്ന് ചെറിയ കറക്ഷൻ വരുത്തി we are done with it. ലാംഗ്വേജിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മലയാളം, ഇംഗ്ലീഷ്? റൈറ്റ് നൗ I've seen in English. ഇപ്പോൾ മലയാളത്തിൽ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവാം ഓൾറെഡി AI, പക്ഷെ അത് കൃത്യമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഡെഫിനറ്റ്ലി അടുത്ത എപ്പിസോഡിൽ നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ടാവും കേട്ടോ. മറിച്ച് സെക്കൻഡ് തിങ് ഇസ് നോട്ട് ജസ്റ്റ് യൂസിങ് AI. വാട്ട് യു ക്യാൻ ഡു ഇസ് ഒരു മീറ്റിംഗ് കൃത്യമായിട്ട്, അതായത് അധികം ഡീവിയേറ്റ് ചെയ്യാതെ പോകാനിരിക്കാൻ വേണ്ടിയിട്ട് വൺ കോമൺ ടിപ്പ് ഇസ് കൃത്യമായിട്ട് ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെക്കാം. അതായത് എന്തൊക്കെയാ പോയിന്റ്സ് ഈ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുന്നേ തന്നെ ഒന്ന് ഫിക്സ് ആക്കി വെച്ചാൽ ആ മീറ്റിംഗ് ആ ഡിസ്കഷൻ പോയിന്റ്സിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, വേറെ ഡീവിയേറ്റ് ചെയ്യാൻ പോകാൻ പാടില്ല.
And of course, a very common thing that I've seen people do is they hire third parties. ഒരു തേർഡ് പാർട്ടി പുറത്തുനിന്ന് ഒരു പ്രൊഫഷണലിനെ തന്നെ ഹയർ ചെയ്തിട്ട് അവർക്ക് മീറ്റിംഗ് നടക്കുന്ന ടൈമിൽ ഈ ഒരു പ്രൊഫഷണലിനെ കൊണ്ടുപോയി ഇരുത്തി ദാറ്റ് പ്രൊഫഷണൽ പേഴ്സൺ ഒരു സെക്രട്ടറി ആവാം, ഒരു HR പേഴ്സൺ ആവാം, ഒരു കമ്പനി സർവീസ് പ്രൊവൈഡർ ആവാം, അവരെന്നെ എല്ലാം നോട്ട് ചെയ്ത് എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞ് നോട്ട് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് ദേ വിൽ ഹെൽപ്പ് ദ പാർട്ടീസ് ഫെസിലിറ്റേറ്റ്. അവർ ഡീവിയേറ്റ് ചെയ്യുവാണെങ്കിൽ അവരെന്നെ പിടിച്ച് പോയിന്റിലോട്ടൊന്ന് വലിച്ചു വെക്കും. അപ്പോൾ ഒന്നുകിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും വെച്ചാൽ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ബെനിഫിഷ്യൽ. അവരും നല്ലൊരു ട്രെയിൻഡ് പാർട്ടീസ് തന്നെയാണ്. യെസ്, ഫെയർ ഇനഫ്. അപ്പോൾ എളുപ്പത്തിനൊരു പ്രൊഫഷണൽ വന്ന് സെർവ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് ഇസ് ദർ എനി, നമ്മുടെ വൈൻഡപ്പിൻ്റെ സമയമായി വരികയാണ്, ദാറ്റ്സ് വൈ എനി ടിപ്സ് ഫോർ ദ ഓഡിയൻസ്? ഓഫ് കോഴ്സ്, മീറ്റിംഗ്സ് മേ സീം റൂട്ടീൻ, but they are where the visions turn into actions and action into results. It might be a routine work, it might be a very boring thing. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു ഡിസ്കഷൻ പോയിന്റ്സിൽ തന്നെ ഒരു എനർജി പിടിക്കും. ആ ഒരു ഡിസ്കഷൻ പോയിന്റ്സിൽ തന്നെ നമുക്കൊരു വിഷൻ കിട്ടും. ആ വിഷനെ പിടിച്ച് ഒരു ആക്ഷൻ ആക്കണം, ആൻഡ് ആ ആക്ഷനെ പിടിച്ച് നമുക്ക് റിസൾട്ട് ആക്കണം. അതാണ് മീറ്റിങ്ങിൻ്റെ ഒരു കോർ function, ഒരു core usage. Yes, thank you so much CA Jason, it was wonderful having you with us. അപ്പോൾ എന്തായാലും എക്സ്പെർട്ട് അഡ്വൈസിൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ പ്രേക്ഷകർക്ക് ഡെഫിനറ്റ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എക്സ്പെർട്ട് അഡ്വൈസ് അടുത്ത ആഴ്ചയുമുണ്ട്, മറ്റൊരു ടോപ്പിക്കുമായിട്ടായിരിക്കും നമ്മൾ എത്തുക. മീൻ വൈൽ നിങ്ങൾക്ക് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും യു ക്യാൻ കോൺടാക്ട് CA Jason ഡയറക്ട്ലി, ഇല്ലെങ്കിൽ ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ത്രൂ കോൺടാക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ NTV നമ്പറിലേക്ക് ഒന്ന് റീച്ച് ഔട്ട് ചെയ്താൽ മതി. We will help you out. So thank you so much for watching Expert Advice. You're watching NTV, UAE's #1 Indian television channel, available in UAE, Qatar and Saudi Arabia. Take care.